ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പ്രലൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അന്തം വിട്ട് വായും പൊളിച്ച് വേക്കോട്ടടിച്ച് പിന്നെയും പേര് കേട്ട് പിന്നെയും പേരൊന്ന് പഠിച്ച് വളവളാന്ന് പേര് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പര് വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം കടലക്ക മുട്ടായിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ കാണിച്ച് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുകയാണേ. ഇനി നമുക്ക് മാറ്ററിലേക്ക് അങ്ങ് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ചിലവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ ഇത് ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ അങ്ങ് വാരി തിന്നാന്ന്. പക്ഷേ പറ്റൂല കേട്ടോ, ഇത് പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചാര മേത്തതികളുള്ളവരൊക്കെ ഒന്ന് മാറിന്നോളിയേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 50 ഗ്രാം ബട്ടറാണ്. പിന്നെ നമ്മളെ കടലക്ക മുട്ടായി ഉണ്ടാക്കാനുള്ള കടല, ഞാനിവിടെ ഒരു 3/4 കപ്പ് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഞാനിവിടെ കുറച്ച് പദവും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പദവും കുറേ കടലയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം കേട്ടോ, കുറച്ച് കടലയും കുറേ അണ്ടിപ്പരിപ്പും കുറേ പദമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നട്ട്സൊക്കെ ഇട്ടൊന്ന് കറക്കിയെടുക്കാം. ഞാനിവിടെ കറക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോയത്, കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം കേട്ടോ. ഇനി നമ്മളൊരു സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാക്കി അതിലേക്ക് പഞ്ചസാര ഇട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ കാരമലൈസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പഞ്ചസാര കാരമലൈസ് ആവുന്നതിന് പകരം അങ്ങോട്ട് കരിഞ്ഞു കിട്ടും. അപ്പോൾ ആ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കാത്തു നിന്നിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മളെ പഞ്ചസാര ഇവിടെ ചെറുതായിട്ടൊക്കെ ഉരുകി വരുന്നുണ്ട്. ഒരു കാപ്പി കളറിലായി വരും കേട്ടോ, നല്ല ബ്രൗൺ കളറായി കിട്ടണം. കാരമലൈസ് ആയി വരുമ്പോൾ കുറച്ചുകൂടി ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോയി. നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ വെണ്ണയൊക്കെ നല്ലോണം ഉരുക്കി എല്ലായിടത്തും ആയതിനു ശേഷമാണ് നമ്മളിതിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി ബട്ടറിന് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ആയി കഴിയുമ്പോൾ നല്ലൊരു തറ നോക്കി അതിലേക്ക് അങ്ങോട്ട് പാരുക. ഒന്ന് പരത്തിയെടുക്കണ്ടേ, അതിനും വേണ്ടിയാണത്. ഞാനിവിടെ നല്ലൊരു കറമലേക്ക് അങ്ങോട്ട് പാരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് പരത്തിയെടുക്കാം, എല്ലാ ഭാഗത്തേക്കും ആക്കി പരത്തിയെടുക്കാം. അപ്പോൾ തറമലേക്ക് വാരുമ്പോൾ വെറുതെ അങ്ങോട്ട് വാരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ വേഗം നമുക്ക് എടുക്കാം. എൻ്റെ പ്രലൈന് നമ്മുടെ കടലക്ക മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല ഉറപ്പിലൊക്കെ ആയി നമ്മൾ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചപ്പോൾ ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഷേപ്പ് ഏതായാലും നമുക്ക് തിന്നാൻ ടേസ്റ്റ് ഉണ്ടായാൽ പോരെ, നമ്മളങ്ങനെ അങ്ങ് മുറിച്ച് തിന്ന്. ഇനി നമുക്കിത് വെറുതെ തിന്നുകയും ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലാണെങ്കിൽ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ അങ്ങ് ഇടാം. ഇതങ്ങോട്ട് പൊടിച്ചാൽ മതി ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ ഇടണമെങ്കിൽ. വെറുതെ തിന്നണമെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് അങ്ങ് മുറിച്ചോ, അത് തിന്നാലോ. അപ്പം ഇനി കുറച്ചും കൂടിയും ഫോട്ടോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് വെള്ളർക്കിക്കോളി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.